പഠന പ്രവർത്തനങ്ങളിലേക്ക് കടക്കുമ്പോൾ പേജ് നമ്പർ 63 പഠന പ്രവർത്തനാനി ഒന്നാമത്തെ പാഠഭാഗം സംഘർഷഃ സാഭിനയം അവതാരയന്തു ചാപ്റ്റർ ഗ്രൂപ്പായി അഭിനയിച്ച് അവതരിപ്പിക്കാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. രണ്ടാമത്തെ ആക്ടിവിറ്റി ഉദാഹരണാനുസാരം പദനിർമ്മാണം കരോതു ഉദാഹരണം അനുസരിച്ച് വാക്കുകൾ നിർമ്മിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. ആദ്യത്തെ വാക്ക് ക്രോചിടഃ, ഇതിനെ ചിക്രോഡഹ എന്നായി മാറുന്നു. രണ്ടാമത്തെ നഹ ജീവി ജീവിനഹ. മൂന്നാമത്തെ രഹ ദ സോ സോദരഹ. നാലാമത്തെ തഹ അതി അതീതഹ. അടുത്തത് മ സ യഹ സമയഹ. മൂന്നക്ഷരമുള്ള വാക്കുകളാണ്, അതുപോലെ തന്നെ പുല്ലിംഗ ശബ്ദത്തിൽ പെടുന്ന വാക്കുകളാണ്. ചാപ്റ്ററിൽ നിന്ന് തന്നെയുള്ള വാക്കുകളാണ് ഇതിൽ പ്രധാനമായും ഉപയോഗിച്ചിട്ടുള്ളത്. ചിക്രോഡഹ അണ്ണാൻ, ജീവിനഹ ജീവികൾ, സോദരഹ സോദരൻ, അതീതഹ കഴിഞ്ഞുപോയി തീർന്നുപോയി, സമയഹ സമയം. പേജ് നമ്പർ 64 വരുന്നത് പേജ് നമ്പർ 64 വർണ്ണേന ലേപയതു നിറം കൊടുക്കൂ. ഉദാഹരണാനുസാരം യഥോചിതം യോജയതു ഉദാഹരണമനുസരിച്ച് ഉചിതമായി യോജിപ്പിക്കൂ. ഇതിൽ തന്നിരിക്കുന്നത് ചിക്രോഡഹ അണ്ണാന്റെ പേരാണ്. അണ്ണാന്റെ ചിത്രം മൂന്നാമത്തേതാണ്, അതിന് നേരെ വരച്ചിട്ടുണ്ട്, അതിന് നിറം കൊടുക്കുക. അതുപോലെ പേര് എഴുതാൻ പഠിക്കുക. ചിക്രോഡഹ അണ്ണാൻ. അടുത്തത് നകുലഹ, അധികം കണ്ടുപരിചയമില്ലാത്ത പേരാണ്. നകുലഹ കീരി നകുലഹ കീരി ആദ്യത്തെ ചിത്രം. മൂന്നാമത്തേത് കാകഹ കാകഹ കാക്ക അവസാനത്തെ ചിത്രം. അടുത്തത് ശുഗഹ ശുഗഹ അതായത് തത്ത. ഇതിലൊരു തെറ്റ് വരാൻ സാധ്യതയുള്ളത് ശുഗഹ തത്തയും ശുനകഹ എന്നുള്ളത് നായയുമാണ്. രണ്ടും തെറ്റ് വരാതെ യോജിപ്പിക്കുക. അടുത്ത ചിത്രത്തിൽ തന്നിരിക്കുന്നത് പേജ് നമ്പർ 65 ചിത്രം ദൃഷ്ട്വ ഉദാഹരണാനുസാരം പ്രശ്നാൻ പൃച്ഛതു ലിഖതു എന്നുള്ളതാണ്. ചിക്രോഡഹ കിം പിബതി അണ്ണാൻ എന്താണ് കുടിക്കുന്നത്? ചിക്രോഡഹ ക്ഷീരം പിബതി പിബതി കുടിക്കുന്നു. കിം എന്ത്? കിം എന്നുള്ള വാക്കാണ് നാം 65 പഠിക്കുന്നത്. കിം എന്ത്. അധ്യാപിക കിം കരോതി അധ്യാപിക എന്ത് ചെയ്യുന്നു? അധ്യാപിക അഭിനന്ദനം കരോതി അധ്യാപിക അഭിനന്ദനം ചെയ്യുന്നു, കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുന്നു, അഭിനന്ദിക്കുന്നു. മൂന്നാമത്തേത് മീനു കിം ശൃണോതി മീനു എന്താണ് കേൾക്കുന്നത്? മീനു രോദനം ശൃണോതി പാഠഭാഗത്ത് നിന്നും വന്നിട്ടുള്ളതാണ്. അണ്ണാന്റെ കരച്ചിൽ കേൾക്കുന്നു. ഛാത്രാഹ കിം കുർവന്തി വിദ്യാർത്ഥികൾ എന്ത് ചെയ്യുന്നു? കുട്ടികൾ വിദ്യാർത്ഥികൾ എന്ത് ചെയ്യുന്നു? ഛാത്രാഹ കരതാടനം കുർവന്തി കുട്ടികൾ കൈയടിക്കുന്നു. പിന്നെ നമുക്ക് പഠിക്കാനുള്ളത് ദ എന്നുള്ള അക്ഷരമാണ്. സോദരഹ സോദരൻ, ദദാമി ഞാൻ നൽകുന്നു, രോദനം കരച്ചിൽ. ദ എന്നുള്ള ലെറ്റർ എഴുതി പഠിക്കുക.